മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തിയ 37 ലക്ഷത്തിലധികം രൂപയുടെ പദ്ധതികൾ ഓഡിറ്റ് വിഭാഗം തടഞ്ഞു. കൃത്യമായ രേഖകളോ വിനിയോഗ സാക്ഷ്യപത്രങ്ങളോ ഹാജരാക്കാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് ഫണ്ട് തടഞ്ഞത്. ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ ജനക്ഷേമ പ്രവർത്തികൾക്കായി വകയിരുത്തിയ 37 ലക്ഷത്തിലധികം രൂപയുടെ പദ്ധതികൾ ഓഡിറ്റ് വിഭാഗം തടഞ്ഞു. കൃത്യമായ രേഖകളോ വിനിയോഗ സാക്ഷ്യപത്രങ്ങളോ ഹാജരാക്കാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് ഫണ്ട് തടഞ്ഞത്. സർക്കാർ ഏജൻസികൾക്കും ഉദ്യോഗസ്ഥർക്കും ഫണ്ട് കൈമാറിയതല്ലാതെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയോ എന്ന് ഉറപ്പുവരുത്തുന്നതിൽ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർക്ക് വലിയ വീഴ്ച സംഭവിച്ചതായാണ് ഓഡിറ്റ് റിപ്പോർട്ട്. പണ്ടപ്പള്ളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 20 കിലോവാട്ട് ശേഷിയുള്ള സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനായി അനർട്ടിന് മെയിന്റനൻസ് ഫണ്ടിൽ നിന്ന് നൽകിയ തുകയും വിനിയോഗ വിവരങ്ങളില്ലാത്തതുമൂലം 15 ലക്ഷമാണ് ഓഡിറ്റ് വിഭാഗം തടഞ്ഞത്. കരാർ പ്രകാരം തുക ഡിപ്പോസിറ്റ് ചെയ്ത് 6 മാസത്തിനകം പ്രവൃത്തി പൂർത്തിയാക്കി കൈമാറേണ്ടതായിരുന്നു. എന്നാൽ 2025 ജനുവരിയോടെ തീരേണ്ടിയിരുന്ന പദ്ധതി നടപ്പിലായോ എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഫയലുകളിലില്ല. ഓഡിറ്റ് വിഭാഗത്തിന്റെ കുറിപ്പിന് മറുപടി നൽകാനോ രേഖകൾ ഹാജരാക്കാനോ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ തയ്യാറായിട്ടുമില്ല. വാളകം, പായിപ്ര പഞ്ചായത്തുകളിൽ സ്ട്രീറ്റ് ലൈൻ വലിക്കുന്നതിനും ലൈൻ എക്സ്റ്റൻഷനുമായി KSEBിക്ക് മുൻകൂറായി നൽകിയ 17,50,000 രൂപയുടെ അന്തിമ ബില്ലോ വിനിയോഗ സാക്ഷ്യപത്രമോ ലഭ്യമാക്കാത്തതിലാണ് തുക തടഞ്ഞത്. കോട്ടപ്പടിയിലും വേങ്ങച്ചുവട് വനിതാ വ്യവസായ വിപണന കേന്ദ്രത്തിലും കുഴൽക്കിണർ നിർമ്മിക്കുന്നതിനായി 1,72,000 രൂപയുടെ ഫണ്ടും സമാനമായ രീതിയിൽ വിനിയോഗ സാക്ഷ്യപത്രമില്ലാത്തതിനാൽ തടഞ്ഞിരിക്കുകയാണ്. പായിപ്ര പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഉൾപ്പെടുന്ന അംഗൻവാടി നെല്ലിമറ്റം ലിങ്ക് റോഡ് നവീകരണത്തിനായി ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയ 3 ലക്ഷം രൂപയുടെ ഫണ്ടിലും വലിയ അപാകതകളാണ് കണ്ടെത്തിയത്. തുക അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതല്ലാതെ പ്രവൃത്തി ഏത് ഘട്ടം വരെയായി എന്നതിന്റെ എംബുക്ക് രേഖകളോ ഗുണഭോക്താവായ കരാറുകാരന് തുക കൈമാറിയ വിവരങ്ങളോ പരിശോധനയ്ക്ക് ഹാജരാക്കിയിട്ടില്ല. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം.